ഇനി എന്തായാലും സ്നാനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വീട്ടിലോട്ട് പോവാം. ആ ക്രിസ്റ്റൽ എടുത്തിട്ട് എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ മന്ത്രവാദി ആരാന്ന് ഈ ലോകരെ ഞാൻ കാണിച്ചു കൊടുക്കും. ക്രിസ്റ്റലും പിന്നെ കുപ്പിയൊക്കെ തന്നു വിട്ടിട്ടില്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പവർ കാണുമായിരിക്കും. ഇനിയൊന്നും പേടിക്കണ്ട, ഇനി നേരെ വീട്ടിലോട്ട് വെച്ച് വിടാം. അന്വേഷിക്കുമ്പോ ഈ കാട് ഒന്നും വിട്ടുകളയരുത്. എന്തായാലും ഈ അമ്മണി ആരോടും പറയാതെ എവിടെ പോയതെന്ന് ഒരു പിടുത്തമില്ലല്ലോ. അവിടെ എന്ത് കാട്ടിലോ അനക്കം കാണുന്നേ? ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടോ? ഒരു പയ്യനാന്നല്ലോ. ചെക്കൻ ദേഷ്യത്തിലാണല്ലോ. ഞങ്ങളുടെ കാട് കയറി വരണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണം, അല്ലാതെ ഇങ്ങോട്ട് ആരെയും കടത്തി വിടത്തില്ല. പോലീസുകാരെ പ്രത്യേകിച്ച്. മോനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മിസ്സായി. അപ്പോൾ ആ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ മോനെ? ഇല്ല ഇല്ല, ഇവിടെ ആരെയും കണ്ടൊന്നുമില്ല. നിങ്ങൾ സ്ഥലം വിടാൻ നോക്ക്, ഞങ്ങളുടെ കാട്ടിൽ നിന്ന് പോകും. മോനെ ഒന്നും സഹകരിക്കേ, ഞാൻ ഇവിടേക്ക് ഒന്ന് തെരഞ്ഞോട്ടെ. ഒരു കൊച്ചു പെൺകുട്ടിയാ. കൊച്ചു പെൺകുട്ടിയാ? അതെ മോനെ, മോൻ്റെ ഒക്കെ ഏകദേശം പ്രായം കാണും. പുള്ളിക്കാർക്ക് ഇന്നലെ തൊട്ട് മിസ്സിങ്ങാ. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. മോൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ നോക്കിക്കേ. കണ്ടോ, ഇതാ പെൺകുട്ടി. എവിടെ എവിടെ കാണിച്ചേ? ആ ഇതോ, ഇത് ഞാൻ കുറച്ച് മുമ്പ് കണ്ടതേ ഉള്ളല്ലോ. നിങ്ങളുടെ വയലിന്റെ താഴത്തെ എന്നുവെച്ചാൽ നിങ്ങളുടെയൊക്കെ പ്രദേശം അല്ലേ അത്. ഇത് ഞങ്ങളുടേത് കാട്. അതുകൊണ്ട് ഈ കുട്ടി നടന്നു പോകുന്നത് ഞാൻ കണ്ടതാ. ആണോ പോലെ, സത്യമാണോ പറയുന്നത്? ഈ കുട്ടി തന്നെയാണോ കണ്ടത്? ആ അതെ അതെ അതെ, എനിക്ക് ഉറപ്പാ. ഇത് തന്നെ അതുവഴി നടന്നു പോകുന്നത് കണ്ടത്. കയ്യിലൊക്കെ കുപ്പി എന്തൊക്കെ സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് നടന്നു പോയത്. താഴത്തെ വയൽവരമ്പിൽ കൂടെ ആയിരിക്കുമല്ലോ. ഞാനെന്നാ വേഗം അങ്ങോട്ട് പോട്ടെ. മോനെ, ആ കുട്ടിയെക്കുറിച്ച് ഇത്രയും വിവരം തന്നല്ലോ, അതിന് തന്നെ ഒരുപാട് നന്ദി കേട്ടോ. എന്നാ നിങ്ങൾ കാട് വിടാൻ നോക്ക്. ശരി മോനെ. ഇതുവഴി അങ്ങോട്ട് പോകുന്ന കണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ തോ ഇത് അമ്മണി. അമ്മണി 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 ഇങ്ങോട്ട് വന്നേ. ആ നല്ല ആളാ കേട്ടോ, നല്ല ചോദ്യം. പിന്നെ അമ്മണി കാണാതായിട്ടും എല്ലാവരും വീട്ടിൽ സുഖമായിട്ട് തുടങ്ങുവാണെന്ന് അമ്മണി വിചാരിച്ചത്. അവര് വീട്ടിലുണ്ട്. അവര് വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ അന്വേഷണം തുടങ്ങിയത്. അതെ അതെ, ഞാൻ പെട്ടെന്ന് വിളിച്ചു പറയട്ടെ. ഹലോ, പറ മധു, എന്തെങ്കിലും വിവരം കിട്ടിയോ? വിവരം കിട്ടിയതല്ലടാ, അമ്മണി കിട്ടി. അമ്മണി കിട്ടിയോ? എവിടെ വെച്ചാടാ? ഇപ്പൊ അമ്മണി കിട്ടിയേക്കുന്നത് ഈ വയലിൽ വെച്ചാ. അവളാണെങ്കിൽ കുപ്പിയും പാട്ടയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു ഇവിടെ. അയ്യോ, അതൊക്കെ പറ്റിയ അവൾക്ക്? അവളെന്താ അവിടെ നോക്കുത്തിയായിട്ട് പോയി നിൽക്കുമെന്നോ? ഞാൻ കുറെ കാടുകളെല്ലാം അന്വേഷിച്ച് നടന്ന്. അപ്പൊ ഈ ഒരു കാട്ടിൽ ചെന്നപ്പോഴേ ഒരു പയ്യനെ കണ്ട്. ആ പയ്യനെ ഞാൻ എനിക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഈ കുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ പയ്യൻ എന്നോട് പറഞ്ഞത് വയലിൽ കൂടെ പോകുന്ന കണ്ടെന്ന്. അപ്പൊ തന്നെ ഞാൻ വയലിൽ വന്നപ്പോൾ അമ്മണി ഇവിടെ നിൽക്കുന്നു. അമ്മണി ഇതൊഴി പോകുമായിരുന്നു. എന്നാ ശരി മധു, ഞാൻ എല്ലാവരും വിവരം അറിയിക്കട്ടെ. അമ്മണി കണ്ട കാര്യം അവിടെ അമ്മയൊക്കെ ഒന്ന് അറിയിക്കട്ടെ. ശരി ശരി. എന്നാലും എന്റെ പൊന്നമ്മണി, നീ എന്തിനാണ് ആരോടും പറയുന്നത് രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയത്? എനിക്ക് മാങ്ങ കഴിക്കാൻ കൊതി വന്നു കേട്ടോ. ഞാൻ മാങ്ങ വാങ്ങിക്കാൻ പണ്ട് കടയിൽ പോയതാ സന്ധ്യക്ക്. മാങ്ങ അപ്പൊ അച്ഛനെങ്കിൽ മാത്രമില്ല, അമ്മ ഇതിനെ വന്നതും ഇല്ലല്ലോ. അപ്പൊ ഞാനെങ്കിൽ ആ സമയത്ത് കടയിൽ പോയിട്ട് ഈ വയലിൽ കൂടെ തിരിച്ചു വന്നതേ. ഇതുവഴി വന്നപ്പോഴില്ലേ എന്നെ ഒരു സ്പൈഡർ കടിച്ചു. ചനന്തി കടിച്ചോ? എവിടെ? എന്റെ കാലിൽ അങ്ങളെ കടിച്ചത്. അപ്പൊ എന്താ പറയാ, ഞാൻ വേദനയോട് സഹിക്കാൻ വയ്യായിരുന്നു. പിന്നെ വീട് വരെത്തുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാനെങ്കിൽ ഈ വയലിന്റെ അപ്പുറമെങ്കിലേ ഒരു വൈദ്യരുടെ വീടുണ്ട്. അതെനിക്ക് നേരത്തെ അറിയാനാ. എന്നാ ഓർത്ത് ആ വൈദ്യരുടെ വീട്ടിൽ കയറിയേ മരുന്നൊക്കെ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വൈദ്യരുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ പറയുക, വൈദ്യുതി ഇല്ല, ഒന്നുമില്ല. ആ പുള്ളിക്കാരനെങ്കിൽ വീട് മാറി പോയേക്കുമായിരുന്നു. അവിടെ എങ്കിൽ പിന്നെ എങ്കിൽ ഒരു ആൻറ്റി മാത്രമേ ഉള്ളായിരുന്നു. ആ ആൻറ്റി എങ്കിൽ എനിക്ക് ഭയങ്കര ചെറിയൊരു മരുന്നൊക്കെ വെച്ചിരുന്നു കാലിൽ. അപ്പോൾ എന്തായാലും ആശ്വാസമായി. അവിടെ പിന്നെ കുറേ സമയം പിന്നെ ചിലവഴിച്ച് അങ്ങനെയാണ് സമയം പോയത്. ആ ആൻറ്റി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത്ര ലേറ്റായത്. എന്തായാലും എല്ലാവരും വിഷമിച്ചല്ലോ. ഈ ആരോട് പറയാനൊന്നും വീട്ടിൽ നിന്ന് പോകരുത് മോളെ. കടയിൽ പോയപ്പോൾ ആരോട് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു? അമ്മ എന്തായാലും ഇല്ലായിരുന്നു. അച്ഛനുണ്ടായിരുന്നു വീട്ടിൽ. അച്ഛനോട് പറഞ്ഞിട്ട് പോകാമായിരുന്നു. എനിക്ക് വാങ്ങി വന്നപ്പോൾ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയതാണ് കടയിൽ. പെട്ടെന്ന് ഓടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ വേഗം വാ മോളെ, വീട്ടിലോട്ട് പോവാം. എന്നാ കയ്യിലെന്ത് ഇരിക്കുന്ന കുപ്പിയോ? അത് കുപ്പിക്കകത്ത് കല്ല് കിടക്കുന്നു വെള്ള കളറല്ലേ? ആ കൊച്ചു ഇവിടെ വെച്ച് എന്നെ ചവിട്ടിയത്. അതാ ഞാൻ ആ കൊച്ചിന്റെ കാലിനിട്ട് കടി കൊടുത്തത്. കൊച്ചിനെ അവിടെ കയ്യിലോട്ട് കിട്ടുന്നില്ലല്ലോ. ആരെങ്കിലും അപ്പോൾ വന്ന് ചാടും. ഇപ്പൊ കണ്ടില്ല, ഒരുത്തന്നെ കൂടെ പോയി. ആ കൊച്ചിന്റെ വീട്ടോട്ടാണ് തോന്നുന്നു പോയത്. എന്തായാലും ഫോളോ ചെയ്യാം. എന്നെ ചവിട്ടിയതല്ലേ ആ കൊച്ച്. ഞാനൊരു കടി തിരിച്ച് കൊടുത്തെങ്കിലും അത്രയൊന്നും പോരാ. ഞാൻ മര്യാദ പഠിപ്പിക്കാം, പാടെ പഠിപ്പിക്കണം. ഞാൻ ഇവിടെ വെച്ചിരുന്ന ക്രിസ്റ്റൽ അല്ലേ അത്? എവിടൊക്കെ നോക്കി എങ്ങും കാണുന്നില്ലല്ലോ അത്. ഈ മന്ത്രവാദിയുടെ വീട്ടിൽ കയറി ക്രിസ്റ്റൽ എടുക്കാൻ മാത്രം ധൈര്യം ആർക്കാ ഉള്ളത്? ആരോ ഇവിടുന്ന് മോഷ്ടിച്ചിട്ടുണ്ട് എന്നെ ആ ക്രിസ്റ്റല്. ഞാൻ വെറുതെ എടുത്തില്ല എന്നെ ക്രിസ്റ്റൽ എടുത്തവരെ. തുന്തും സഹൂർ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മന്ത്രവാദിനി അമ്മൂമ്മ എന്നെ വിളിച്ചത്? ആ കുട്ടിയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അത് ഞാൻ അറിഞ്ഞല്ലോ മന്ത്രവാദിനി അമ്മൂമ്മ. അതിനെ പറഞ്ഞു വിട്ടത് മാത്രമല്ലോ, അതിൻ്റെ ഞാൻ ആ കുപ്പിയും കൊടുത്തിട്ടുണ്ട്, ക്രിസ്റ്റലും കൊടുത്തിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇനി മനസ്സുമെല്ലാം മാറി ഇനി ആ വീട്ടുകാരുടെ സൈഡാകുമെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ ഏൽപ്പിച്ച ദൗത്യം ആ കൊച്ച് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. ആ കുപ്പിയും ക്രിസ്റ്റലും കൊണ്ട് എന്തോ ഓരോ വീടുകളിൽ പോവുക, ആ വീട്ടിലേക്ക് ക്രിസ്റ്റൽ വെക്കുക, പിന്നെന്തോ ആ കുപ്പിക്കകത്താണെങ്കിൽ 5 സ്പൈഡറെ പിടിക്കുക. ഇത്രയല്ലേ ഉള്ളൂ അമ്മൂമ്മ. പിന്നെന്തുവാ മന്ത്രവാദിനി അമ്മൂമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടോ? അതാ സഹൂറ പറഞ്ഞത്. അവളുടെ മനസ്സ് ചിലപ്പോൾ മാറിയാലോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും?
നീ ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ ഒരു യാഗം നടത്തട്ടെ. അവളുടെ മനസ്സ് ഇവിടെ തന്നെ പിടിച്ചു വെച്ചേക്കണം. അല്ലെങ്കിൽ അവളുടെ മനസ്സ് മാറിപ്പോയി കഴിഞ്ഞാലേ നമ്മുടെ പദ്ധതിയെല്ലാം പൊളിയും. നീ അവിടെ ചെല്ല്, അതിങ്ങ് എടുത്തുകൊണ്ട് വന്നാൽ യാഗം ചെയ്യട്ടെ ഞാൻ. ഞാൻ എടുത്തുകൊണ്ട് വരാം മന്ത്രവാദിനി അമ്മൂമ്മേ. ഒരു തരത്തിലും ആ കൊച്ചിനെ കൈവിട്ട് കളയാൻ പറ്റത്തില്ല. എനിക്ക് ഈ നാട് മൊത്തം സ്വന്തമാക്കണം. അയ്യോ കൈ കൊള്ളുന്നത് മന്ത്രവാദിനി അമ്മൂമ്മ ആർക്ക് ഞാൻ അങ്ങോട്ട് വെക്കട്ടെ. അയ്യോ ഞാനിനി യാഗം നടത്തട്ടെ. ആ കൊച്ചിൻ്റെ മനസ്സെനിക്ക് ഇവിടെ പിടിച്ചു വെക്കണം. യാഗ അയ്യോ മോളെ, അമ്മണിമോളെ നീ എത്തിയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മധു കാരണം അവള് രക്ഷപ്പെട്ടത്. എടി അമ്മണി നീ എവിടെ പോയി പോയിരുന്നടി? ആദ്യം എല്ലാവരോടും സോറി പറയട്ടെ. അമ്മണിമോക്കാണെങ്കിലേ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് മാങ്ങ കഴിക്കാൻ കൊതിയത്. അങ്ങനെ ആണെങ്കിൽ പുള്ളിക്കാരത്തി കടയിൽ പോകുന്ന വഴിക്കാ ഇങ്ങനെ സംഭവിച്ചത്. എന്തോ ഒരു സ്പൈഡർ കടിച്ച് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തിയാണെങ്കിൽ ഒരു വൈദ്യരെ കാണാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടെ ചെന്ന് തന്നെ മരുന്നൊക്കെ വെച്ച് കെട്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് വൈദ്യുണ്ടായിരുന്നു മോളെ ഇവിടെ വീട്ടിലില്ലല്ലോ. ഇല്ല വൈദ്യരില്ലായിരുന്നു വീട്ടില്. വൈദ്യർക്ക് ഒരു വേറെ ആന്റി എന്റെ കാലിലേക്ക് മരുന്നൊക്കെ വെച്ച് കെട്ടി തന്ന്. അങ്ങനെ അത്ര ലേറ്റ് ആയത്. അമ്മണിമോളെ നീ ഇനി ആരും പറയാതെ പോകരുത് കേട്ടോ. അമ്മയ്ക്ക് എങ്കിൽ എന്ത് വിഷമമായെന്നറിയോ? അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവരും വിഷമിച്ചു ഇവിടെ. അയ്യോ എന്റെ മനസ്സ് എങ്ങോട്ട് പോകുന്ന പോലെ തോന്നുന്നല്ലോ. അയ്യോ മനസ്സ് ഇവിടെ നിൽക്കുന്നില്ല, ഇങ്ങോട്ടും പോകുന്നു. എന്തോ അമ്മണിമോൾ എന്തോ പതുക്കെ പറയുന്നത്? വിഷമിക്കട്ടെ അമ്മണിമോളെ, എന്തായാലും തിരിച്ചു വന്നല്ലോ. അല്ല എല്ലാവരോടും എന്തോ കാഴ്ച കാണാൻ നിൽക്കുക രാത്രിയില്ലേ? ഇനി കയറി പോകുന്നില്ല എല്ലാവരും. വാ അമ്മേ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? മോളെ കാണാൻ വിഷമിച്ചിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുന്നു ഇവിടെ. വിഷമം. ഞാൻ പോവാ വീട്ടിലേക്ക്, ദേഷ്യം വരുന്നു. അച്ഛനൊന്നും മിണ്ടിയില്ല ഇതുവരെ. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. മോളെന്തിനാ വിഷമിക്കുന്നത്? അയ്യോ വിഷമമല്ലോ, ഇപ്പൊ ദേഷ്യമില്ലേ? ആരും ദേഷ്യപ്പെടുന്നു വേണ്ട കേട്ടോ. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. പിന്നെ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഭാഗ്യ ബോധി വന്നതുകൊണ്ട് ഞാൻ പോയത്. അമ്മണിമോളെ തപ്പത്തിനും പറയാതെ വാ, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. ശാരദ ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ. ചെല്ലി ശാന്തി ചേച്ചി. മോളെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് അതിങ്ങി ഇപ്പോൾ പോയതിൻ്റെയൊക്കെ ഒരു ടെൻഷനായിരിക്കും ദേഷ്യം വരുന്നത്. ഇങ്ങനെ വരുന്നുണ്ടോ കുശലം പറഞ്ഞിരിക്കാതെ? ഇത് കൊള്ളാലോ അമ്മണി. അവളങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുകയും ചെയ്തിട്ട് ഇപ്പം അവള് വലിയ ആളാവുന്നു. ഇങ്ങനെ അമ്മണിയൊന്നും പറയണ്ട കേട്ടോ. അവള് ദേഷ്യപ്പെട്ടങ്ങ് പോയല്ലോ. വേഗം ചെല്ല്, ആകെപ്പാട് ടെൻഷനായിരിക്കും അതാ. എന്നാലും എന്തിനാ അവള് ദേഷ്യപ്പെടുന്നത്? ഇപ്പം നമ്മളൊക്കെ അല്ലേ അവളോട് ദേഷ്യപ്പെടുന്നത്? അവളെ അച്ഛനും അമ്മയില്ലേ അവളോട് ദേഷ്യപ്പെടുന്നത്? അവളല്ലേ തെറ്റ് ചെയ്തത്? ഇതിപ്പോൾ അവളാണല്ലോ തിരിച്ച് ദേഷ്യപ്പെടുന്നത്. എടി ഞാനെന്നാ ഡ്യൂട്ടിക്ക് പോകട്ടെ. ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടോട്ട് കയറാൻ സമയമില്ല. സമയം ഇപ്പം എത്ര ആയിട്ടോ? രാത്രി 2 മണിയായില്ലേ? ഞങ്ങളാരും ഇതുവരെ ഉറങ്ങിയില്ല. എല്ലാവരും ഇവിടെ ഇരിക്കുമായിരുന്നു. ഉറക്കം വന്നിട്ടേ, എനിക്ക് ഉറക്കം വന്നിട്ടേ. പെട്ടെന്ന് ആമയകത്ത്. എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട. എനിക്ക് ആ ആന്റിയുടെ വീട്ടിൽ പോയാൽ മതി. എനിക്ക് ഇവിടെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ആന്റിയുടെ വീട്ടിൽ പോകണം. അമ്മണിമോളെ എന്താ പാല് കുടിച്ചേ? വൈകിട്ടൊട്ടൊന്നും കഴിക്കായിരുന്നല്ലേ? പിന്നെ പാലാത്ര 2 മണിക്കില്ലേ പാല്? എടുത്തോണ്ട് പോ എടുത്തിട്ട്. എന്താ അമ്മണി നീ കാണിച്ചത്? ആ പാൽ ഗ്ലാസ് തട്ടിയിട്ടുണ്ടോ? അത് മൊത്തം പൊട്ടിപ്പോയി. ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഈ അമ്മണിക്ക് എന്തോ ദേഷ്യം ചെയ്ത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടും നോക്കിയേ. എന്തോ അവിടെ ഒരു ബഹളം. ഞാൻ അവിടെ വരുവാ. എന്താണ് രണ്ടാളിങ്ങനെ? ചേട്ടൻ അറിയത്തില്ലേ? നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മണിക്ക് ഭയങ്കര ദേഷ്യമില്ലെന്നോ? ഞാൻ നല്ല പാൽ പായും കുടിക്കാൻ കൊണ്ട് കൊടുത്താ കണ്ടോ തട്ടി മറിച്ചിട്ടേക്കുന്നത്. ആ ഗ്ലാസും പൊട്ടിച്ച്. അയ്യോ ഇതെന്തോ മോളെ കാണിക്കുന്നേ? പിന്നെ പാലാത്രയ്ക്ക് 3 മണി ആറാൻ ഒന്നുമില്ലേ പാല്? അതിനെന്തിനാ മോളെ തട്ടി കളഞ്ഞു? വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ പോരായിരുന്നു. എന്തിനാ തട്ടി മറിച്ചിട്ട് കണ്ടോ പൊട്ടിച്ചിട്ടേക്കുന്നത്? ഈ പെണ്ണിന് എന്തോന്ന് പറ്റിയ ചേട്ടാ ഇത്? എന്തൊക്കെയാ പറയുന്നത്? മോളെ അമ്മണി മോളെ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. അപ്പൊ എല്ലാം റെഡി ആയിക്കോളൂ കേട്ടോ. കിടന്നുറങ്ങും മോള്. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, നീ കിടന്ന് ഉറങ്ങിക്കോ. വാ ചേട്ടാ നമുക്ക് പോവാം. മോൾ ഉറങ്ങിക്കോ കേട്ടോ. അച്ഛൻ പോവാ മോൾ ഉറങ്ങിക്കോ. എന്നിട്ട് പെണ്ണിന് എങ്ങനെയുണ്ട് അഹങ്കാരം? ഇത് നീ മിണ്ടായിരിക്കും. ഞാൻ അപ്പഴേ പറഞ്ഞു അവർക്ക് എങ്കിൽ ആകെ ടെൻഷൻ കയറി ഇരിക്കും. അതുകൊണ്ടായിപ്പോ നീ മിണ്ടായിരിക്കട്ടെ. തും സഹൂർ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. മന്ത്രവാദിനി അമ്മ എന്നെ വിളിച്ചോ? സഹൂർ നീ റെഡി ആയിക്കോ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്.